ഉയിരിൻ കൊലക്കുടു കാക്കാവും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. മൺമറഞ്ഞുപോയ മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളിയുടെ 2 വരികളാണ് മേലുദ്ധരിച്ചത്. ഒരു കഷ്ണം കയർ കരസ്ഥമാക്കുന്ന ഒരുവന് അതുകൊണ്ട് ഒരു കുടുക്കുണ്ടാക്കി സ്വന്തം ജീവനെ അതിൽ കുരുക്കിയെടുക്കാം. അതേ കയർ കഷ്ണം കൊണ്ട് തന്നെ ഒരു ഊഞ്ഞാൽ കെട്ടി അതിലിരുന്നാടി രസിക്കുകയും ചെയ്യാം. ഉയിരിന്റെ കൊലക്കുടു കാക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അതാണ് ജയം. ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഈ വരികൾ. മനുഷ്യജീവിതം എന്നും സുന്ദരവും ഹൃദ്യവുമാണെന്നോ മധുരാനുഭവങ്ങൾ നിറഞ്ഞതാണെന്നോ ആർക്കും പറയാൻ പറ്റുകയില്ല. നിരന്തരമായി ജീവിത ക്ലേശങ്ങൾ മുതിർന്ന മനുഷ്യനെ വേട്ടയാടുന്നുണ്ട്. സംസാര സാഗരം എന്നാണ് ലൗകിക ജീവിതത്തെ വേദാന്തികൾ വർണ്ണിക്കുന്നത്. ഈ സംസാര സാഗര തിരകളിൽപ്പെട്ട് അത് നീന്തിക്കടക്കാൻ പാടുപെടുന്ന മനുഷ്യനെ രോഗ ദാരിദ്ര്യ ജരാനര പീഡകൾ അലട്ടുന്നു. ആധുനിക മനുഷ്യന്റെ പീഡകളാകട്ടെ ദിനം പ്രതി കൂടി വരുന്നു. അങ്ങനെയിരിക്കെ ഈ ക്ലേശപൂരിതമായ ജീവിതത്തെ നിഷേധാത്മകമായിട്ടാണ് നാം നോക്കിക്കാണുന്നതെങ്കിൽ കാര്യങ്ങൾ അങ്ങേയറ്റം വിഷമമായി തീരും. വിധിക്കെതിരെ പോരാടാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ധീരമായി പ്രശ്നങ്ങളെ നേരിടാൻ അവന് മനക്കരുത്തില്ലാതെ പോവുകയാണെങ്കിൽ അവൻ വീണുപോകും. ഇങ്ങനെ പാതി വഴിക്ക് വീണുപോകുന്നവരുടെ എണ്ണം ഇവിടെ കൂടിക്കൂടി വരികയാണ്. വിലയേറിയ സ്വന്തം പ്രാണനെ എത്രയും എളുപ്പത്തിൽ വലിച്ചെറിഞ്ഞുടയ്ക്കാൻ പലരും തയ്യാറാവുന്നു. ഗുരുതരമായ പ്രശ്നങ്ങളല്ല, പലപ്പോഴും നിസ്സാരങ്ങളായ പ്രശ്നങ്ങൾ വരുമ്പോഴും രക്ഷപ്പെടാനുള്ള എളുപ്പ വഴിയായി ആത്മഹത്യയെ ഒട്ടേറെ പേർ കാണുന്നു. ആത്മഹത്യകളെക്കാളും ഏറും വിഫലമായി പോയ ആത്മഹത്യാ ശ്രമങ്ങളുടെ എണ്ണം. ഭാരതീയ വിശ്വാസമനുസരിച്ച് എത്രയോ ജന്മങ്ങൾക്ക് ശേഷം പുണ്യവും ഭാഗ്യവും കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് മനുഷ്യജന്മം. അങ്ങനെ കിട്ടുന്ന ഈ വിലപ്പെട്ട ജന്മം, ഈ ജീവിതം അങ്ങനെ നിസ്സാരമായി വലിച്ചെറിയേണ്ട ഒന്നാണോ? ജീവിതം നൽകുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ സാധിച്ചാൽ, അവയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ കാര്യങ്ങൾ മെച്ചപ്പെടും. മനുഷ്യഹൃദയമാകുന്ന സ്വർണത്തെ ദുഃഖത്തിന്റെ കൊടുംതീയിലിട്ടുരുക്കി കണ്ണീരിൽ മുക്കി ശുദ്ധീകരിച്ച് ഏതോ അമൂല്യമായ ആഭരണമാക്കുകയാണ് പ്രപഞ്ചശില്പി എന്ന് നാലപ്പാടൻ പാടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വിധാതാവിന് വിട്ടുകൊടുക്കണമെന്നില്ല. മനുഷ്യന് അവന്റെ തന്നെ വിധാതാവ് ആകാനും കഴിയും. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കും വിധം ഒരു കഷ്ണം കയർ മുന്നിലെത്തിയാൽ അതുകൊണ്ട് കൊലക്കുരുക്കിടാതെ ഒരു ഊഞ്ഞാൽ കെട്ടി അതിലിരുന്നാടി ജീവിതത്തെ നോക്കി ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പാടാനാണ് വൈലോപ്പിള്ളി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്.